നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനില്ലേ റെഡിമെയ്ഡ് ബ്ലൗസാണ് കാണിക്കുന്നത്. ഇത്രയും കുണുങ്ങുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല ബ്ലൗസ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഞാനൊരു വലിയൊരു കഥ പറയാം. ഈ ബ്ലൗസ് കിട്ടാൻ ഞാൻ അനുഭവിച്ച സ്ട്രഗിളും ഞാൻ അനുഭവിച്ച പ്രഷറും ടെൻഷനും ഒന്നും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അതുപോലെ ഈ ബ്ലൗസ് ഒന്ന് കിട്ടാൻ കാര്യം എന്തോ ഇത്ര ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഈ ബ്ലൗസ് എനിക്ക് കിട്ടി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വലിയൊരു കഥയാണ്. എനിക്ക് അവസാന നിമിഷം എനിക്ക് കിട്ടുകയില്ലെന്നായിപ്പോയി. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് സ്ട്രഗിൾ എടുത്ത് ഞാൻ കൊണ്ടുവന്ന ബ്ലൗസാണ്. നല്ല ബ്ലൗസാണ്. ഓണത്തിൻ്റെ ഫംഗ്ഷനുകൾക്കോ അല്ലാതെയൊക്കെ നിങ്ങൾക്കിടാം. നല്ല ഭംഗിയുള്ള ബ്ലൗസ്. പാർട്ടി വെയർ ബ്ലൗസായിട്ടോ അല്ലാതെ പാർട്ടി വെയർ ബ്ലൗസാണ് കൂടുതലും. നിങ്ങൾ ഈ ബ്ലൗസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യിച്ചെടുക്കണമെങ്കിൽ ഇതിലേ പോയാലും ഒരു 1000 rupees ആകും ഈ വർക്ക് ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്കിത് റെഡിമെയ്ഡ് ബ്ലൗസായിട്ട് വരുന്നത് കൊണ്ടാണ് ഇത്രയും കോസ്റ്റ് കുറച്ച് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇത്തേൽ അടുപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് കണ്ടോ, ബീഡ്സ് ചെയ്തിരിക്കുക. എന്നിട്ട് എംബ്രോയ്ഡറി വർക്കും നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല ക്ലാസ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്കൊന്ന് കാണണം. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കേരള സാരികൾക്ക് എടുക്കുമ്പോൾ കേരള സാരിക്ക് ഇടുമ്പോൾ തനി മലയാളി രീതിയിൽ ഈ പുളിയിൽക്കര മുണ്ടും ഒക്കെ ഉടുത്ത് അങ്ങനെ ഉടുക്കുന്നവരുണ്ട്. ഇച്ചിരി ഒരു പാർട്ടി ലുക്കി വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ബ്ലൗസ് നല്ലതാണ്. പിന്നെ നമുക്ക് എന്ത് സാരി ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ബനാറസി സാരി ആട്ടെ അല്ലെങ്കിൽ ഒരു ഫാൻസി സാരി ആട്ടെ പ്ലെയിൻ സാരി ആട്ടെ അതിനൊക്കെ ഈ ബ്ലൗസ് നല്ല കേട്ടോ. നിങ്ങൾ പറ്റുന്ന അത്രയും കളർ വാങ്ങിച്ചു വെച്ചോ. ഞാനിതാ പറഞ്ഞാൽ ഈ ബ്ലൗസ് കിട്ടാൻ ഞാൻ ഒരു ദിവസം മുഴുവൻ പെയിൻ എടുത്തു. ഒരു ദിവസം മുഴുവൻ വിഷമിച്ച് കുറച്ച് പേരോട് ദേഷ്യപ്പെട്ട് പിണങ്ങി ഫയർ ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ നടന്ന് കൊണ്ടുവന്ന ബ്ലൗസാണ്. അത്യാവശ്യം സ്റ്റോക്കുണ്ട്, ഓവറായിട്ട് സ്റ്റോക്കില്ല, എന്നാലും അത്യാവശ്യം സ്റ്റോക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഒറ്റ മിനിറ്റ് അപ് ടു 3XL വരെയുള്ളവർക്ക് ഇത് മേടിക്കാം. ആർക്ക് വേണമെങ്കിലും മേടിക്കാം. മീഡിയോ, ലാർജോ, XL, XXL, XXL വരെയുള്ളവർ മേടിക്കാം. ഇത് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്കണേ. നിങ്ങൾക്കിപ്പം നിങ്ങളൊരു മീഡിയം സൈസുകാരാണെന്ന് വിചാരിക്കുക. ഇത് 3XL വരെയുള്ളവർക്കുള്ള ബ്ലൗസാണ്. അപ്പം നിങ്ങൾക്ക് അത് സ്വാഭാവികമായിട്ടും ഒരു ഇച്ചിരിയൊക്കെ ലൂസ് വരെ. ഇത് സ്കിൻ ഫിറ്റ് ബ്ലൗസാണ്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ കറക്റ്റ് ഫിറ്റായിരിക്കും. മജോറിറ്റി ആൾക്കാർക്കും അവനവൻ്റെ സൈസുമായിട്ട് കറക്റ്റ് ഫിറ്റാണ്. ഇപ്പം നിങ്ങളുടെ സൈസ് അല്ല ഇതിനകത്ത് പ്രധാനം. ഇത് ഫ്രീ സൈസ് വരുന്ന. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ സൈസുമായിട്ട് വ്യത്യാസമുണ്ട്, ചെറുതോ വലുതോ ആണെങ്കിൽ. ചെറുതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് 3XL വരെയുള്ളവർ മേടിക്കാവുള്ളൂ എന്ന് പറഞ്ഞ്. വലുതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. നല്ല ബ്ലൗസാണ്. ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചതാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഇത് കേരള സാരിയാണ്, ടിഷ്യൂവിൻ്റെ കേരള സാരിയാണ്. ഇത് ഞാൻ കാണിച്ചിട്ടില്ല, ഓൺലൈനിൽ ഞാൻ കാണിച്ചിട്ടില്ല, പുതിയത് വന്നേക്കുന്നതാണ്. ടിഷ്യൂ ആണ് സാരി. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബോർഡറൊക്കെ ആയിട്ട് ബഡ്ജറ്റ് റേറ്റിലുള്ള സാരിയാണ്. നല്ല ഭംഗിയാണ്. ഈ സാരിക്കൊക്കെ ഈ ബ്ലൗസ് നല്ല ആപ്റ്റായിരിക്കും. നിങ്ങൾക്കിപ്പം എന്നാ പറയുന്നത്, ഫങ്ഷന് ഇപ്പോൾ ഓണത്തിന് അടിപൊളിയായിട്ട് പോവാം. അല്ലാതെ ഉടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഒരു മാച്ചിങ് ബ്ലൗസ് സാരി ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. കേരള സാരിയുടെ വില വേണമെങ്കിൽ ഈ സാരി പക്ഷേ ബ്ലൗസിൻ്റെ അത്രയും എണ്ണം സാരീസ് ഇല്ല. അതാണ് വേറൊരു പ്രശ്നം. സാരിക്ക് വേണ്ടവർ അത്യാവശ്യമാണ്. സാരിക്ക് ഏതാണ്ട് 1100 രൂപയേ ഉള്ളൂ വില. വേണ്ടവരുണ്ടെങ്കിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന കുറച്ച് പേർക്ക് കൊടുക്കാം സാരിയും ബ്ലൗസും കൂടെ. അല്ല, സാരി ഒറ്റയ്ക്ക് വേണമെങ്കിലും കൊടുക്കാം. സാരിയുടെ വില മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. രണ്ടാമത്തെ ബ്ലൗസ് കാണിച്ചു തരാതെ. ഇത് അടുത്ത കളറിൻ്റെ നല്ല റാണി പിങ്ക് അല്ലെങ്കിൽ മജന്ത അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക്. കണ്ടോ വർക്ക് നിങ്ങൾ നോക്ക്. നല്ല ഏതാ ഞാൻ പറയും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാവശ്യം ഞാൻ വെറുതെ വാങ്ങിപ്പിക്കാൻ വേണ്ടി പറയല്ല. ഞാൻ അത്രയും ഒരു സ്ട്രഗിൾ എടുത്ത് കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അത്രയും ഇതായതുകൊണ്ട് വർത്തായതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആവശ്യം ഇല്ലെങ്കിൽ പോലെ നിങ്ങൾ ഇത് കൂടെ 1, 2, 3 ബ്ലൗസ് വാങ്ങിച്ചു വെച്ചോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യം വരും. ഇങ്ങനത്തെ ബ്ലൗസ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് നല്ല റേറ്റ് ആവും. ഇത്രയും ഫിറ്റിങ്ങോടുകൂടി ഒന്നും നമ്മൾ എന്തേലും ചെയ്താൽ കിട്ടുകയല്ല ഞാൻ പറയുന്നില്ല. ടൈലേഴ്സ് നല്ലതായിട്ട് ചെയ്ത് തരികയെന്നൊന്നും പറയില്ല. ചില സമയത്ത് നമുക്ക് പാകമാകത്തില്ല. ചിലത് വർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോ. ഇതിൻ്റെ ഈ വർക്കിൻ്റെ വില പോലും ആകുന്നില്ല ബ്ലൗസിന്. മൊത്തത്തിലെടുക്കുമ്പോൾ വേറെ ഇതിന് ഞാനൊരു കോമ്പിനേഷൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വെറുതെ ഇതിപ്പം നിങ്ങൾക്ക് തോന്നും ലൈറ്റും ഡാർക്കും, പക്ഷെ അതൊരു ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. അങ്ങനെ ലൈറ്റും ഡാർക്കും. ഇതാണ് കേരള സാരി. ടിഷ്യൂ ആണ്, ഇതും ടിഷ്യൂ ആണ്. ഇത് കണ്ടോ, ഈ ഒരു ഇതിപ്പോൾ ഒരു പോച്ചമ്പള്ളിയുടെ ഒരു ഇതിലാണ് പോയിരിക്കുന്ന. ഈ ഒരു ഇവിടുത്തെ ബോർഡർ നല്ല ഭംഗിയുള്ളൊരു ബോർഡറാണ്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനത്തെ വെറൈറ്റി സാരീസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഇത് കണ്ടോ,
ഇത് കറക്റ്റ് കളർ അല്ലല്ലോ എന്ന് തോന്നിക്കണ്ട. ഇതൊരു അങ്ങനെ ഒരു കോമ്പിനേഷന് ഇടുമ്പോൾ നല്ലതായിരിക്കും. എപ്പോഴും കേരള സാരിക്ക് ഡാർക്ക് ബ്ലൗസുകളാണ് കുറച്ചും കൂടെ നല്ലത്, അല്ലെ മൾട്ടി കളർ ബ്ലൗസുകളാണ് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. ലൈറ്റ് കളറിനെ കഴിയും, മീൻസ് ഇച്ചിരി എടുത്ത് നിൽക്കുന്നതാണ് ഇടുന്നത്. ഇതിൻ്റെ വില, സാരിയുടെ വില സാരി കൊടുത്തിട്ടുണ്ട്. സാരി ബ്ലൗസിൻ്റെ അത്രയും എണ്ണം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ സാരിയും ബ്ലൗസും കൂടെ തരാൻ പറ്റത്തില്ല. ബ്ലൗസ് ഒറ്റയ്ക്ക് വേണേലും തരാം, സാരി ഒറ്റയ്ക്ക് വേണേലും തരാം. സ്റ്റോക്ക് ഉള്ളിടത്തോളം സമയം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ഇത് അടുത്ത ബ്ലൗസ്, ഇത് ഒരു നമ്മുടെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഒരു കളറില്ലേ, അതിൻ്റെ ഒരു ഷെയ്ഡാണേ. നല്ലൊരു കളറാണ് കേട്ടോ. വർക്ക് കിട്ടണേ വീഡിയോയ്ക്കകത്ത് കേട്ടോ. വർക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ അവന്ന് നിൽക്കുകയാണോ? ഈ വർക്ക് കാണിച്ചാൽ മതി, ഇതിൻ്റെ കളറും കാണിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഈ വർക്കിലാണ് ഇതിരിക്കുന്നത് മുഴുവൻ. ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു ബ്ലൗസാട്ടോ, ഇതുവരെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ബ്ലൗസാണ്. ഇതിന് ഞാൻ ചുമ്മാ പെയർ ചെയ്തൊരു സാരി എടുത്ത് വെച്ചേക്കുന്നതാണ് ഇത്. കണ്ടോ? ഇതിപ്പോൾ നിങ്ങളിത് രണ്ടും കൂടെ വാങ്ങിക്കണമെന്നേ ഇല്ല കേട്ടോ. സാരി ഒറ്റയ്ക്കാണേലും ബ്ലൗസ് ഒറ്റയ്ക്കാണേലും വാങ്ങിച്ചാൽ മതി. ഒരു കാരണവശാലും രണ്ടും കൂടെ വാങ്ങിക്കണമെന്നില്ല. ഇഷ്ടമുള്ളത് വാങ്ങിച്ചു. അടുത്തത് എല്ലാവരുടെയും മോസ്റ്റ് ഫേവററ്റ് ആയിട്ടുള്ള എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആവശ്യമുള്ള കളർ ഡാർക്ക് മെറൂൺ. ഇത് കേരള സാരിക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളറാണ്. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. പക്ഷേ ഒരു കാലത്തും ഇത് വേണമെന്നില്ല. ഞാനും ഈ ഒരു ബ്ലൗസാണ് എൻ്റെ സാരിക്കും പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓർത്ത് വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളറാണ്. എൻ്റെ മനസ്സിൽ റാണി പിങ്ക് ആയിരുന്നു, പക്ഷേ ഇതിനോടുള്ള ഒരു ഇഷ്ടം മാറത്തില്ല. അതിനൊരു ലുക്കാണ് എപ്പോഴും ഒരു കേരള സ്ത്രീക്ക്, അല്ലേ സാരി. ഇതിന് ചേരുന്ന ഒരു സാരി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഞാൻ വീണ്ടും പറയാം, സാരിയും ബ്ലൗസും കൂടെ ഒന്നിച്ച് വാങ്ങിക്കണമെന്നേ ഇല്ല. വേണമെങ്കിൽ സാരി മാത്രം, വേണമെങ്കിൽ ബ്ലൗസ് മാത്രം, വേണമെങ്കിൽ രണ്ടും ഒന്നിച്ച്. ടിഷ്യൂൻ്റെ സാരി. ഇങ്ങനത്തെ സാരീസ് നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. ഡയറക്റ്റ് കടയിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ വായോ. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് സെലക്റ്റീവായിട്ടുള്ളതേ ഉള്ളൂ. ഒരെണ്ണത്തിന് തന്നെ ഒത്തിരി ഇത് വെക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. ഞാനിടുന്ന സാധനം വേറെ, നിങ്ങൾ എൻ്റെ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു സാധനം അവിടെയുള്ള എല്ലാവരും ഇട്ടോട് നടന്നു കഴിഞ്ഞാൽ അത് രസമില്ലല്ലോ, ആണല്ലേ? ബോട്ടിൽ ഗ്രീൻ കണ്ട, ബോട്ടിൽ ഗ്രീന് പറഞ്ഞ പോലെ സെറ്റ് മുണ്ടൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലും അതിനും പറ്റും. പിന്നെ ഞങ്ങൾ ചുമ്മാ പെയർ ചെയ്ത് നമ്മൾ ഒപ്പിക്കാനാണ് സമയം കിട്ടിയില്ല. ബോട്ടിൽ ഗ്രീനിൽ ചേരുന്ന വേറെയും ഉണ്ട്. ഇത് ഈ പോച്ചമ്പള്ളി ഡിസൈൻ വരുന്നത് ഒത്തിരി സ്വീകാര്യമായിട്ടുള്ള ഇതുണ്ട്. ബോഡിയെ മുഴുവൻ ഈ ഒരു പോച്ചമ്പള്ളിയുടെ ഒരു ഡിസൈൻ വരും. മുന്താണി ഇങ്ങനെ വരും. ഇപ്പോൾ സാരി കച്ചവടമാണോ ബ്ലൗസ് കച്ചവടമാണോ ഞാൻ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ സാരി കച്ചവടമേ അല്ല, ബ്ലൗസ് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അടുത്ത കളർ ടീൽ ബ്ലൂ. ഉണ്ടോ? ഇതിനെപ്പറ്റി എനിക്ക് ഒത്തിരി വിശദീകരിക്കാനൊന്നുമില്ല. ഞാൻ എൻ്റെ ഭംഗി കണ്ടിരിക്കുമോ. എനിക്ക് ഞാൻ മനസ്സിൽ കൂടെ വിചാരിക്കുന്നത് എന്നാണെന്നറിയോ, എന്നാൽ ടീൽ ബ്ലൂ എടുത്താലോ, അപ്പോൾ ഒരു വെറൈറ്റി വരത്തില്ലേ, ഇങ്ങനെയൊക്കെയാണ് ചിന്തയും. ഞാൻ എൻ്റെ ഓണം ആഘോഷിക്കുന്നത്. ഇത് കണ്ടോ, ഇത് മറ്റൊരു കോമ്പിനേഷൻ. ഇതും നല്ലതാണ്, ഇതിന് ചേരും. ഇതും ഈ പറഞ്ഞ പോലെ പോച്ചമ്പള്ളി വരുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ട് ഈ വർഷം ഇറങ്ങിയേക്കുന്ന ഒരു സാധനം കേട്ടോ. പിന്നെ ഏതാണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, മദ്രാസി ചെക്കോ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒത്തിരി ഓവർ ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന അങ്ങനോട് ഒരു താല്പര്യം ഇല്ലാത്ത കൂട്ടത്തില്ല. കാരണം ട്രെൻഡ് പെട്ടെന്ന് അങ്ങ് പോവും. അങ്ങനെ പോയി എനിക്കത് എല്ലാവരും ഇടുന്ന സാധനത്തില്ലേ, അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. ഇഷ്ടമുള്ളവരുണ്ട്, ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു കൂട്ടത്തിലുള്ളൊരു സാധനമാണ് ഞാൻ. അടുത്തത് വൈൻ കളറ്. ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് പ്രിൻസസ് കട്ടാണ്. പ്രിൻസസ് കട്ട് വരുന്ന ഭാഗത്താണ് ഫ്രണ്ട്. നൂല് കെട്ടിയത് കളയുന്നത് എന്താ. എൻ്റെ സൈസ് ഇത് കണ്ടോ, എൻ്റെ സൈസ് ലാർജാണ്. എൻ്റെ കുർത്തി സൈസ് ലാർജാണ്. പക്ഷേ എനിക്കിത് കണ്ടോ, ഇവിടെ ലൂസ് വല്ലതും ഉണ്ടോ നോക്ക്, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ. ഇതിപ്പോൾ 3XL വരെ ഉള്ളവർക്കുള്ള ബ്ലൗസ്. അതാ ഞാൻ പറഞ്ഞത്, ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഇത് ആപ്റ്റായിരിക്കും. പിന്നെ കൈക്ക് ഭയങ്കര ഓവർ വണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾ എടുക്കുകയും ചെയ്തേക്കല്ലേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ നോക്ക്, കോമ്പിനേഷൻ നോക്ക്, അല്ലേ. ഇതാണ് സെറ്റ് മുണ്ടും. സെറ്റ് മുണ്ടും അല്ല, സെറ്റ് സാരി. ടിഷ്യൂ ലൈൻസ്, താഴേക്ക് ലൈൻസ് പോയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള സാരിയാണ്. കോമ്പിനേഷനും നല്ലതാണ്.
ബ്ലാക്ക്. ഏതിനും ചേരും, എവിടെ ഒപ്പിക്കാം, എന്തിനും കൊള്ളാം, എങ്ങനെ ഉപയോഗിക്കാം, എന്തിനാ കേരള സാരിക്കോ അല്ലാത്ത സാരികൾക്കോ പട്ട് സാരിക്കോ ഏതിനും പറ്റുന്ന ഒരിത്. ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്ലൗസ് കാണിച്ചപ്പം എല്ലാ ബ്ലൗസും എനിക്കൊന്ന് 11 ബ്ലൗസോ 12 ബ്ലൗസോ 10 ബ്ലൗസോ അങ്ങനെ 10 കളേഴ്സായിരുന്നു. ആ 10 ബ്ലൗസും മേടിച്ച ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോർക്കും ഈ വിദ്യപണിയാണല്ലോ തരുന്നത്, അപ്പോൾ ഇതിനും 10 കളർ വാങ്ങിക്കാൻ പറ്റുമോയെന്ന്. അത് വേറെ ഇത് വേറെ, ഞാൻ വാങ്ങിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ ബ്ലൗസ് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോ. അത്ര എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്രയും വർക്ക് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ഇതിട്ടുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കൂല്ലേ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഇപ്പോൾ ഇസബല്ലയുടെ പേര് പറയില്ലേ, അതേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. പിന്നെ സുന്ദരികളായിട്ടൊക്കെ കാണുന്നത് നമുക്കൊരു സന്തോഷമല്ലേ, നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ടേ. ഇതേ ഇങ്ങനത്തെ ബ്ലൗസ് സാരിക്കൊക്കെ നല്ലതായിട്ട് ചേരും. കണ്ടോ കേരള സാരി. ഇത് ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു, അതോ ഇല്ലയോ? ഇത് കണ്ടോ ബോഡി ഇതിൻ്റെ സെറ്റ് മുണ്ട് കാണിച്ച, സാരി കാണിച്ചില്ല. സെറ്റ് മുണ്ട് റിഡക്ഷൻ സൈഡിനകത്ത് കാണിച്ചായിരുന്നു. ഇതൊക്കെ അപ്പടേ തീർക്കും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ബ്ലൗസിൻ്റെ വീഡിയോ ആണ്, ഉറപ്പായിട്ട് നിങ്ങൾ ഓർക്കണം. ബ്ലൗസിൻ്റെ വീഡിയോ ആണ് ഇത്. സെറ്റ് സാരിയുടെ വീഡിയോ അല്ല. നിങ്ങൾ ബ്ലൗസ് ഒറ്റയ്ക്കോ സാരി ഒറ്റയ്ക്കോ എങ്ങനെ വേണേൽ വാങ്ങിച്ചോ. ഇത് ബ്ലൗസിൻ്റെ വീഡിയോ ആണ്. ബ്ലൗസ് മാത്രം വാങ്ങിച്ചാൽ മാത്രം മതി. വെറുതെ ഒരു കോമ്പിനേഷൻ ഓണമൊക്കെ അല്ലേ ഒരു കോമ്പിനേഷൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ക്യാൻസലേഷൻ ഇല്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സൺഡേയിലാണ് നിങ്ങളിത് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്നാണോ ബുക്ക് ചെയ്യുന്നത് അതിന് ശേഷം 4 ദിവസം കഴിഞ്ഞാൽ ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യത്തില്ലേ, അത് ഓർമ്മ വേണേ. അതായത് പിന്നെ ഷിപ്പിംഗ് ചാർജ് നമുക്കൊരു 10 രൂപ ഷിപ്പിംഗ് ചാർജ് കൂട്ടിയിട്ടുണ്ട്. കൊറിയർ കമ്പനീസ് എല്ലാം കൂട്ടിയിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരു 3 ബ്ലൗസ് വരുന്ന 3 ബ്ലൗസ് വരെയൊക്കെ ഒറ്റ ഷിപ്പിംഗ് ചാർജ് അല്ല പോകുന്നത് കേട്ടോ. ഒരു ബ്ലൗസിന് 50, 3 ബ്ലൗസ് വരെയൊക്കെ 70 അങ്ങനെ ഏതാണ്ട് 3-4 ബ്ലൗസ് വരെ 70 എനിക്ക് തോന്നുന്നു. വെയിറ്റിനനുസരിച്ചാണ് ഇത് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് നമ്മൾ എടുക്കുന്നതല്ല. ഈ സാധനം ഞങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് കൊറിയർ കമ്പനി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഈടാക്കുന്ന ചാർജ് മാത്രമേ. ഷിപ്പിംഗ് ഉണ്ടോ എങ്കിൽ വേണ്ട, പിന്നെ ഫ്രീ ആയിട്ട് വരുമോ? ആരും ഫ്രീ ആയിട്ട് തരത്തില്ലോ. ഫ്രീ ആയിട്ട് ഷിപ്പിംഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം, നമുക്കിപ്പോൾ അതില്ല. ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞോളാം കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്